ഹരിത വിപ്ലവമായിട്ട് ബന്ധമില്ലാത്തത് ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ ഡീൻ ഡാൾട്ടൺ. ഓക്കെ, അടുത്തതാണ് ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. ധനകാര്യ മന്ത്രാലയം എന്നുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ അറിയില്ല. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. 1 രൂപ നോട്ട് ഒഴികെയുള്ള ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനും രാസവളങ്ങളും കീടനാശിനികളും ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെ അന്തരമില്ലാതായി. അങ്ങനെ കൊടുത്തേക്കണം അല്ലേ? ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനം വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനെ കണ്ടുപിടിച്ച് രാസവളം കൂടുതലായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഈ ദരിദ്ര കർഷകരും ധനിക കർഷകരും തമ്മിലുള്ള അന്തരം ഉണ്ടായിരുന്ന ഇല്ലാതായെന്ന് കൊടുത്തേക്കുന്ന പക്ഷേ ഉണ്ടായി. ദരിദ്ര കർഷകരെന്നും ധനിക കർഷകരെന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് എന്താ? ഫസ്റ്റ് ഘട്ടത്തിലാണ് അല്ലേ? ഹരിത വിപ്ലവത്തിന് 2 ഘട്ടമുണ്ട്. അപ്പം 60ൻ്റെ പകുതി മുതലെന്ന് ഫസ്റ്റ് ഘട്ടം, പിന്നെ 70ൻ്റെ പകുതി മുതലെന്ന് പറയുന്നത് സെക്കൻഡ് ഘട്ടം. അപ്പോൾ ഹരിത വിപ്ലവമൊക്കെ ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കും. ഓക്കെ, ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനം. അപ്പം ഹരിത വിപ്ലവമായിട്ട് ഡീമെറിറ്റും മെറിറ്റും ചോദിച്ചാൽ നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനും അതിൻ്റെ മെറിറ്റാണ്, രാസവളം അതിൻ്റെ ഡീമെറിറ്റാണ്. അതേപോലെ ദരിദ്ര കർഷകരും ധനിക കർഷകരെന്ന് വന്നത് എന്താണ്? അതിൻ്റെ ഡീമെറിറ്റാണ് അല്ലേ? അങ്ങനെ ആ രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആകുന്നില്ലല്ലോ, പുറത്ത് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട്, നിങ്ങൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തേ. 2023-19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി. ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ബില്ല് ഏതാണ്? ജൻ വിശ്വാസ് ബില്ല്. ട്രാൻസ്ലേഷനൊക്കെ നന്നായിട്ട് പോയാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതെന്താണ്? ജൻ വിശ്വാസ് ബില്ലാണ്. 2023-19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തിയ ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നു. ഓക്കെ, ചെറിയ ചട്ടലംഘനങ്ങളാണെങ്കിൽ ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ബില്ലാണെന്ത്? ജൻ വിശ്വാസ് ബില്ല്. പഠിച്ചിരിക്കും. ഭാരതീയ ന്യായ സംഹിത, സാക്ഷി ബില്ല്, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഭേദഗതി ബില്ല്. ഇതൊക്കെ ഓപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ പോകണം കേട്ടോ. ഓക്കെ, ജൻ വിശ്വാസ് ബില്ലാണ് ഇതോടെ ബന്ധപ്പെട്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ വിവരം നോക്കാം. പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ്. വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റും അധ്യക്ഷത സ്പീക്കറായിരിക്കും, ലോക്സഭ സ്പീക്കറായിരിക്കും. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരുന്നത്. 3 വട്ടേ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളൂ. ഫസ്റ്റ് 1961 സ്ത്രീധന നിരോധന നിയമം, സെക്കൻഡ് വരുന്നത് ബാങ്ക് പരിഷ്കരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, വർഷങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വരുന്നത് നമ്മുടെ പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 അല്ലേ? പോട്ട 2002 അല്ലേ? അപ്പം മൂന്ന് ടൈമിൽ എന്തെങ്കിലും സംയുക്ത സമ്മേളനം കൂടിയിട്ടുള്ളൂ. ഒന്ന് 1961, പിന്നെ ബാങ്ക് പരിഷ്കരണം, പിന്നെ വരുന്നത് പോട്ട. ഈ 3 ഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? സംയുക്ത സമ്മേളനം കൂടിയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ശരിയാണെങ്കിൽ. മൂന്നാമത്തെ പറയുന്നത് പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിന് ബില്ല് പാസ്സാകാൻ പ്രത്യേക ഭൂരിപക്ഷം വേണം. പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി 2/3 അല്ല, 2/3 ആണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ബില്ല് ഇപ്പം സ്ത്രീധന നിരോധന നിയമമാണെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലല്ല, സാധാ ബില്ലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ മെജോറിറ്റി മതി, പ്രത്യേക ഭൂരിപക്ഷം വേണ്ട. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട. അടുത്തെന്ന് പറയുമ്പോൾ പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറായിരിക്കും. വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആയിരിക്കും. എന്താണ്? സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. 2, 3, 4. ഓക്കെ, 2, 3, 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതായത് ശരിയായ പ്രസ്താവന ഇവയെല്ലാം. ഓക്കെ, ശരിയായ പ്രസ്താവന ഇവയെല്ലാം ആണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യണേ. ഇപ്പോൾ വരുന്ന പദ്ധതികളും കാര്യങ്ങളും അതേപോലെ കേരള സർക്കാരിൻ്റെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ പദ്ധതികളും നിങ്ങൾ ഒരു പ്രത്യേക ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി ഷോർട്ട് നോട്ട് റെഡിയാക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. മിത്ര 181 ആണ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. അത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് 181. ഓക്കെ, യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. ഇതെല്ലാം ശരിയാണ്. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലാസ് പഠിച്ചാൽ പറയും. ഈ പദ്ധതികളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൂടുതൽ ഇൻഫോർമേഷൻ നോക്കണം കേട്ടോ. അടുത്ത ദിവസമൊക്കെ അങ്ങനെ ആയിരിക്കും. അടുത്ത ടൈപ്പ് എന്താണ്? കുറച്ചും കൂടി സ്റ്റേറ്റ്മെൻറ്റ് കുഴപ്പിക്കുന്നതായിരിക്കും, തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊന്ന് കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. ഓക്കെ, തണ്ണീർത്തട അതോറിറ്റി അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ്. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. അപ്പം ഇതിൽ ബന്ധമില്ലാത്തവയാണ് 2, 4. അപ്പം തണ്ണീർത്തടം അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്ന് മനസ്സിലായി. എന്താണ് പിന്നെ വരുന്നത്? കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് അതിൻ്റെ അതോറിറ്റിയാണ്. ഓക്കെ, മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതിയൊക്കെ തണ്ണീർത്തടത്തിൽ വരുമോ? ഇല്ല അല്ലേ? കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലേ? കുളവും പാടങ്ങളും ഒന്നും ഈ ആക്റ്റിൽ വരത്തില്ല കേട്ടോ. തണ്ണീർത്തടം എന്ന് വെച്ചാൽ കുളങ്ങൾ വരത്തില്ല. CRT പ്രകാരമാണെങ്കിൽ കുളം വരത്തില്ല. ഇനി നെൽവയലാണ് പ്രത്യേക ആക്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് നെൽവയലൊന്നും തണ്ണീർത്തടത്തിൻ്റെ പരിധി വരുന്നില്ല. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാപ്പ് റെഡിയാക്കുന്നത് അതിൻ്റെ അതോറിറ്റിയാണ്. ഓക്കെ, മനുഷ്യനിർമ്മിതമെന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.